മലയിൽ കള്ളം ഗുഹയെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് കണ്ടിട്ടുണ്ടോ? ഇത് മൂന്നാറിൽ നിന്ന് തേക്കടിക്ക് പോകുന്ന വഴിയിലുണ്ടല്ലോ, ദേവികുളം കഴിഞ്ഞ് ഗ്യാപ്പ് റോഡിൻ്റെ ഇടതുവശത്തായിട്ട് കുറച്ച് പാറക്കെട്ടുകൾ കാണാൻ സാധിക്കും നമുക്ക്. ഈ പാറക്കെട്ടുകൾക്കിടയിലായിട്ട് ഒരു ചെറിയ ഗുഹ കാണാം. ഇതാണ് മലയിൽ കള്ളം ഗുഹ എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് ഈ ഗുഹയിൽ ഒരു കള്ളൻ ജീവിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഇതുവഴി വരുന്ന യാത്രക്കാരെയൊക്കെ ഉണ്ടല്ലോ, അതായത് സമ്പന്നരായ യാത്രക്കാരുണ്ടല്ലോ, അവരെയൊക്കെ കൊള്ളയടിച്ചിട്ട് ആള് പണമൊക്കെ കൊണ്ടുപോയി ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നല്ലവനായ ഒരു കള്ളൻ, നല്ലവൻ എന്ന് പറയാൻ പറ്റില്ല, മറ്റുള്ളവർ കൊള്ളയടിക്കണത് നല്ല കാര്യമൊന്നുമില്ല, പക്ഷെ നല്ലവനായ കള്ളൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടല്ലോ, ഭയങ്കര ഇരുട്ടാണ്ട. ഇരുട്ടും അതേപോലെ തന്നെ ഇടുങ്ങിയ വഴിയാണ്. ഒരു ചെറിയ വഴിയേ ഉള്ളൂ, ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. അതായത് അതിൻ്റെ അകത്ത് ഒരാൾക്ക് നിൽക്കാനുള്ള സൗകര്യമുള്ളൂ കേട്ടോ. നല്ല ഉയരമുള്ളൊരു ഗുഹയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മേലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നരച്ചിലും വവ്വാലൊക്കെ പറന്നു പോകുന്നതൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ പെട്ടെന്ന് കയറി അതിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോഴുണ്ടല്ല, ഇതിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഈ കള്ളൻ കൊള്ള നടത്തിയിരുന്നത് കേട്ടോ. തങ്കയ്യ എന്നായിരുന്നു ആ കള്ളൻ്റെ പേര്. നാട്ടുകാർ ഈ കള്ളനെ മലയിൽ കള്ളൻ എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. ഈ കള്ളനുണ്ടല്ലോ, തമിഴ്നാട്ട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് കേട്ടോ പറയുന്നത്. വലിയ സംഭവമൊന്നും ഈ ഗുഹയിലല്ല കേട്ടോ, എന്നാലും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് കയറി കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ.